സൺഡേയിൽ നമ്മൾ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സിഇഒൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. അപ്പോൾ 31ാമത്തെ ചോദ്യം മുതൽ നമുക്കിന്ന് നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ റഹ്തർക്കർ. ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക് ആയിരുന്നു അല്ലേ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1992 ജനുവരി 31. ഓക്കെ, ഓർത്തിരിക്കുക. ഇപ്പോൾ ഉള്ളത് വിജയ കിഷോറാണ്. അടുത്ത ചോദ്യം, വൈവിധ്യ നാശത്തിൻ്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ കണ്ടോ, 1 ABCD എന്ന് തന്നിട്ടുണ്ട്. ഓരോന്നിലും 4 വീതമാണ് ഉള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എന്തൊക്കെയാണ്? ആവാസനാശവും വിഭജനവും, അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം. ഈ 4 എന്തു കാരണത്തിൽ? ജൈവ വൈവിധ്യ നാശത്തിൻ്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഓക്കെ, ഈവിൽ എന്താ പറയുക, നമ്മളിത് ഈവിൽ ക്വാർട്ടക്റ്റ് എന്നൊക്കെ പറയില്ലേ. അതായത് വൈവിധ്യനാശത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹാബിറ്റാറ്റ് ലോസ്, ആവാസ വ്യവസ്ഥയുടെ നാശം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു സ്വയം പ്രതിരോധ രോഗം ഏതാണ്? ഒരു സ്വയം പ്രതിരോധ രോഗമായിട്ട് അറിയപ്പെടുന്നത് മയോട്ടോണിക് ഡിസ്ട്രോഫി, തലസീമിയ, ഫെനൈൽ കീറ്റോണൂറിയ, മയാസ്റ്റേനിയ ഗ്രേവിസ്. ഏതാണ് വരുന്നത്? ഗ്രേവിസ് ആണല്ലേ, ഓപ്ഷൻ ഡി ആണ്, മയാസ്റ്റേനിയ ഗ്രേവിസ്. അതായത് ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ മയാസ്തേനിയ ഗ്രേവിസ് അത് നാഡീപേശി വ്യവസ്ഥകൾ അല്ലെങ്കിൽ നാഡീപേശി സന്ധികളെ ബാധിക്കുന്ന രോഗമാണ്. ഈ തലാസീമിയ എന്നൊക്കെ പറയുന്ന ഒരു ജനിതക രോഗമാണ് കേട്ടോ. അടുത്തത് എന്താണ്? ദ്വിതീയ ഉപാജയ വസ്തുക്കൾ ഏതൊക്കെയാണ്? ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏതൊക്കെയാണ്? റിസിനും കുർക്കുമിനുമാണ്. അതായത് സസ്യങ്ങളെ നേരിട്ട് വളർച്ചയ്ക്കോ അല്ലെങ്കിൽ വികാസത്തിനോ ഉപയോഗിക്കാത്തതും എന്നാൽ പ്രതിരോധത്തിന് സഹായിക്കുന്നതുമായ ഘടകങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ആദ്യത്തെ പറയുന്നത് എന്താണ്? അബ്രിൻ, റിസിൻ എന്നിവയൊക്കെ ടോക്സിനുകളാണ്. പിന്നെ കോഡിൻ എന്ന് പറയുന്നത് ഒരു ആൽക്കലോയിഡും കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റുമാണ്. അപ്പോൾ അഡിനിനും അലാനിൻ എന്നിവ പ്രൈമറി മെറ്റബോളുകളാണ്. അതായത് അമിനോ ആസിഡ്, നൈട്രജൻ ബേസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആൻസർ ഇതിൽ വരുന്നത് ഏതാണ്? 1 3. അതായത് അബ്രിൻ, കോഡിനും പിന്നെ റിസിൻ, കുർക്കുമിനുമാണ് വരുന്നത്. അടുത്ത ചോദ്യം, കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി ഏതാണ്? കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി ഓപ്ഷൻ എ ആണ് കേട്ടോ. അത് പ്രസവാനന്തരം ആദ്യ ദിവസങ്ങളിൽ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ആ മഞ്ഞ നിറത്തിലുള്ള മുലപ്പാലയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. അതിൽ ധാരാളമായി അടങ്ങിയിട്ടിരിക്കുന്ന ആൻറ്റിബോഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, എ ആണ്. അത് കുഞ്ഞിന് സ്വാഭാവിക പ്രതിരോധ ശേഷി നൽകുന്നു. ഇനി അടുത്തത് എന്താണ്? സ്റ്റീറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ 1 എന്ന ഉപയോഗക്രമം ഉള്ള ഗർഭനിരോധന ഗുളിക ഏതാണ്? അത് സഹേലിയാണ് കേട്ടോ. ഓപ്ഷൻ ബി സഹേലിയാണ്. ഇത് സഹേലി വികസിപ്പിച്ചെടുത്തത് ലക്നൌവിലെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ കേട്ടോ. നോൺ സ്റ്റിറോയിഡൽ ഗർഭനിരോധന ഗുളികയാണ്. 37ാമത്തെ ചോദ്യം, മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏതാണ്? ഇവിടെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഡി ആണ്. അസോസ്പൈറില്ലമാണ് കൊടുത്തിട്ടുള്ളത്. അസോസ്പൈറില്ലം. നമുക്ക് എന്താണ് ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ അസറ്റോബാക്ടറും അതോടൊപ്പം തന്നെ അസോസ്പൈറില്ലം ഇത് രണ്ടും എന്താണ്? മണ്ണിൽ സ്വതന്ത്രമായി ജീവിച്ച് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയകളാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഏതാണ് PSC ഉറപ്പിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഏതാണ്? സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഏതാ? പൈറോമീറ്റർ അല്ലേ. വളരെ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഒരു യന്ത്രത്തോക്കിൽ നിന്നും 1 സെക്കൻഡിൽ m പിണ്ഡവും മാസ്
v പ്രവേഗവും അഥവാ വെലോസിറ്റിയുള്ള n ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം എന്താണ് എന്നതാണ് ചോദ്യം. എന്താണ് ബലം വരുന്നത്? ഓപ്ഷൻ എ n m v. അതായത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമപ്രകാരം ബലം എന്ന് പറയുന്നത് ആക്ക വ്യത്യാസ നിരക്കാണ്. അപ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ ആക്കം എന്ന് പറയുമ്പോൾ ഇവിടെ എം വി. ഒരു സെക്കൻഡിൽ എന്ന് പറയുമ്പോൾ n ബുള്ളറ്റുകളല്ലേ ഒരു സെക്കൻഡിൽ n ബുള്ളറ്റുകൾ പുറപ്പെടുമ്പോൾ അപ്പോൾ ആക്ക വ്യത്യാസം എന്ന് പറയുമ്പോൾ m v. ഓക്കെ, അത് ഓർത്തിരുന്നാൽ മതി. അടുത്തത്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരവും ഭൂമിയുടെ 1/4 ഭാഗമുള്ള മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാണ്? ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആൻസർ വരുന്ന 22.4. അതെങ്ങനെ കണ്ടുപിടിക്കാം? പാലായന പ്രവേഗം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ പറഞ്ഞു വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് √2gm/r ആണ് അല്ലേ? ഇവിടെ g അഥവാ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, m എന്ന് പറയുന്നത് പിണ്ഡവും r എന്ന് പറയുന്ന ആരവുമാണെന്ന് അറിയാം. ഭൂമിയുടെ കാര്യത്തിൽ ഈ 2gm/r എന്ന് പറയുന്നത് എത്രയാണ്? 11.2 km/s ആണല്ലോ. ഇത്രയും നമുക്കറിയാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പുതിയ ഗ്രഹത്തിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ഗ്രഹത്തിൻ്റെ പാലായന പ്രവേഗമാണ്. അപ്പം നമ്മൾ എങ്ങനെ √2gm/r, ഈ r എന്ന് പറയുന്നത് പുതിയ ആരം നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്താണ്? r എന്ന് പറയുന്നത് 1/4 ഭാഗം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് r/4 ആകും. r/4 ആയി. ഇനി അത് സ്റ്റെപ്പിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? √2gm × 4/r എന്ന് വരും അല്ലേ? ഇങ്ങനെ വരും. ഇനി അത് നമുക്ക് മാറ്റി എഴുതാം. ഇവിടെ നിന്ന് മാറ്റി എഴുതി ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വരും? √4 × 2gm/r. ഇനി അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. 4 എന്ന് പറയുമ്പോൾ 2, അപ്പോൾ 2 × √2gm/r. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇത് ഓർത്തിരിക്കുക കേട്ടോ. കുറച്ച് എഴുതി കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിപ്പോൾ അപ്പോൾ കിട്ടും കേട്ടോ. ഇനി നമുക്കറിയാം, ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു √2gm/r 11.2 ആണ് അല്ലേ? അത് നമുക്കറിയാം. ഇനി അത് നമ്മൾ ഇതിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ √2gm/r = 11.2 ആണ് നമുക്കറിയാം. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? 2 × √2gm/r എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 × 11.2 ചെയ്താൽ മതി. അതായത് ഈ √2gm/r എന്ന് പറയുന്നത് 11.2 ആയതുകൊണ്ട് അതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 22.4 കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതൊക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് 41ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഏത് കണ്ടുപിടുത്തമാണ്? ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണല്ലേ? ഗ്രാവിറ്റേഷണൽ വേവ്സ് ഐൻസ്റ്റീൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തത്തിലൂടെ പ്രവചിക്കപ്പെടുകയും അല്ലേ ലിഗോ നിരീക്ഷണാലയം വഴി സമീപകാലത്തൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് ഈ ഗുരുത്വാകർഷണ തരംഗങ്ങൾ. 42ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ഏതാണ്? രാസപ്രവർത്തനം ഏതാണ്? മെഴുക് കത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്, മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം വരും അല്ലെ? രാസമാറ്റങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതും മാറ്റാൻ കഴിയാത്തതുമായ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? രാസമാറ്റം എന്ന് പറയുന്നത്. 43. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സാധാരണയായി ഏത് വാതകം ഉണ്ടാകുന്നു? ഹൈഡ്രജൻ ഉണ്ടാകുന്നു. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? ഏറ്റവും നന്നായിട്ട് പ്രവഹിക്കുന്നത് വെള്ളി. ഓപ്ഷൻ എ വെള്ളിയാണ്. വൈദ്യുത ചാലകത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? വെള്ളി. 2ാം സ്ഥാനത്ത് ചെമ്പാന്ന് നമുക്ക് പറയാം. ഏതാനും ലായനികളിൽ pH മൂല്യം 25°C ഉള്ളത് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ആസിഡ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ഇതിലേതൊക്കെയാണ് വരുന്നത്? 3, 4, 8,
12 അല്ലേ? അതായത് 7 pH മൂല്യം 7-ൽ കുറവാണെങ്കിൽ അത് ആസിഡ്, A ന്യൂട്രലും, പിന്നെ 7-ൽ കൂടുതലാണെങ്കിൽ അത് ബേസും ആയിരിക്കും, അല്ലെങ്കിൽ ആൽക്കലിയുമായിരിക്കും. 46 അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യ കലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാണ്? അഷ്ടപതിയാട്ടം ഏതാ? ഗീതാ ഗോവിന്ദമാണ് കേട്ടോ. ഓപ്ഷൻ സി ഗീതാ ഗോവിന്ദം. ജയദേവനാണിത് രചിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാക്കുന്ന സ്റ്റേഡിയം ഏതാണ്? കലിംഗ സ്റ്റേഡിയം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയമാണ്. ഒഡീഷ കേട്ടോ. ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയമാണ് ഇന്ത്യയിലെ എന്തിൻ്റെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാക്കുന്നത്. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാ? ഗർഭ നൃത്തമാണ്. ഗുജറാത്തിൻ്റെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗർഭ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഗർഭ നൃത്തമാണ്. 49 എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓക്കെ, എന്തൊക്കെയാണെന്ന്? യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. കോഴിക്കോടിനടുത്തുള്ള മുക്കം എന്ന ഉൾനാടൻ ഗ്രാമത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് വിഷകന്യക. ആത്മകഥാപരമായ നോവൽ എന്ന് എസ്.കെ. പൊറ്റക്കാട് തന്നെ വിശേഷിപ്പിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. എസ്.കെ. പൊറ്റക്കാട് രചിച്ച നാടകമാണ് അച്ഛൻ. ഇതിൽ നമ്മളോട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. എന്തുകൊണ്ടാണ്? കോഴിക്കോടിനടുത്തുള്ള മുക്കം എന്ന ഉൾനാടൻ ഗ്രാമത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് വിഷകന്യക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മുക്കം പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് രചിച്ച പ്രശസ്തമായ നോവൽ നാടൻ പ്രേമമാണ്. വിഷകന്യക എന്ന് പറയുന്ന കുടിയേറ്റക്കാരുടെ കഥയാണ്. വയനാട് പശ്ചാത്തലമൊക്കെ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം ഏതാണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചേരുന്നത് ഏതാണ്? സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പുന്നമടക്കായലിൽ നടത്തുന്ന വള്ളംകളി, ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ കുറിച്ചിയിൽ നിന്നും അമ്പലപ്പുഴയിലേക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുപോകുന്നതിൻ്റെ സ്മരണയ്ക്കായി നടത്തുന്ന വള്ളംകളി, ഓണത്തോടനുബന്ധിച്ച് നടത്തുന്നതും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതുമായ വള്ളംകളി, ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ഐതിഹ്യ ബന്ധമുള്ള വള്ളംകളി. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത് കറക്റ്റായിട്ടുള്ളത്? ഓപ്ഷൻ എ, സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് പുന്നമടക്കായലിൽ നടത്തുന്ന വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആലപ്പുഴയിലെ പുന്നമടക്കായലിലാണ്. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും പഠിക്കാം. ഇനി നാളെ മുതൽ പുതിയ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലായ ആദിരാജിൽ PSCയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്